ഉമർ റളിയല്ലാഹു അൻഹു തെറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഒരു ആരോപിക്കുന്ന വേറൊരു കാര്യം. അതായത് നബി ചെയ്യാത്തൊരു കാര്യം ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തു. അതായത് തറാവിയുടെ കാര്യമാണ് പറഞ്ഞിരുന്നത്. 20 റക്അത്ത് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നിസ്കരിച്ചു എന്നും മുജാഹിദ് പറയുന്നു അത് അത്ര ഇല്ല എന്നുള്ളതും. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു തെറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇഞ്ചീലിൽ അവരെ പറ്റി ഉദാഹരണം പറഞ്ഞത് ശേഷം അത് വിശദീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്വഹാബത്തിനെ പറ്റി തൗറാത്തിലും ഇഞ്ചീലിലും പരാമർശമുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് അവർ മഹാന്മാരാണ്, ഉന്നതന്മാരാണ്, മാതൃകാ യോഗ്യരാണ്, അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ തറാവീഹ് വിഷയത്തിൽ ഉമർ ഖത്താബിന് അല്ല തെറ്റുപറ്റിയത്. ഉമർ ഖത്താബ് 20 നിസ്കരിച്ചു എന്ന് വിശ്വസിക്കുന്നവർക്കാണ് തെറ്റുപറ്റിയത്. ഉമർ ഖത്താബ് 20 നിസ്കരിച്ചിട്ടില്ല, നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുമില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവീഹ് 20 നിസ്കരിച്ചിട്ടില്ല, നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുമില്ല. ധൈര്യമായി ഏത് മുസ്ലിയാക്കന്മാരും പോയി ചോദിക്കാം. ഏത് മുസ്ലിയാക്കന്മാരും ഉമർ ഖത്താബ് തറാവീഹ് നിസ്കരിച്ചുവെന്നോ നിസ്കരിക്കാൻ കൽപ്പിച്ചുവെന്നോ ഒരു റിപ്പോർട്ടുണ്ടോ? ഇല്ലേ, ഇല്ല, ഒരിക്കലുമില്ല. ഫൈസൽ മൗലവി അല്ലേ? ഇത് അബ്ദുറഹ്മാനാണ്, സൗദി അറേബ്യയിൽ നിന്ന്. സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഒരു അഡ്മിനാണ്. പിന്നെ തറാവിയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു ചർച്ച കേട്ടു. അതിൽ നിങ്ങൾ പറയുന്നുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു 20 നിസ്കരിക്കുകയോ നിസ്കരിക്കാൻ കൽപ്പിക്കുകയോ ചെയ്തതായിട്ട് ഒരു റിപ്പോർട്ട് ഇല്ല എന്ന് പറയുന്ന. അങ്ങനെ റിപ്പോർട്ട് ഇല്ല എന്നോ ശരിക്കും? പക്ഷെ അങ്ങനെയല്ല പറയണ്ടത്. നിങ്ങൾ അതിൽ പറയുന്നത് അങ്ങനെ ഒരു റിപ്പോർട്ടേ ഇല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ അതിന് മറുപടി പറയുന്നത്. പക്ഷെ അങ്ങനെ റിപ്പോർട്ട് ഉണ്ടല്ലോ. അല്ല, നിങ്ങൾ പറയുമ്പോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, പക്ഷെ നിങ്ങൾ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതേ സമയത്ത് അങ്ങനെ റിപ്പോർട്ട് ഉണ്ട് എന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ വാദം. അപ്പോ ആ വിഷയത്തിലൊരു ഒരു സംവാദം നടത്തിയാലോ? അല്ല, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ആ വിഷയത്തിലൊരു സംവാദം വെക്കാലോ. നമുക്ക് ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ നാട്ടിൽ ലൈവായിട്ടോ ഒരു സംവാദം അതിന്റെ പേരിൽ. അതെ, സംവാദത്തിന് തരാലോ. സംവാദത്തിന് നമ്മൾ തരും, ഇൻഷാ അല്ലാഹ്. ആ റിപ്പോർട്ട് നിങ്ങൾക്ക് തരും. ഉമർ റളിയല്ലാഹു അൻഹു 20 നിസ്കരിക്കാൻ പറയുന്നതുമായി വിഷയം ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ട് എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ട് ഞങ്ങൾ നിങ്ങൾക്ക് സംവാദത്തിന് തരും. അതെന്തേ? ആളുകൾ പഠിക്കട്ടല്ലേ, കാര്യങ്ങൾ അറിയട്ടല്ലോ. നല്ലതല്ലേ? റമദാൻ മാസത്തിൽ നല്ലൊരു ചർച്ച നടക്കട്ടെ. നമ്മളൊക്കെ കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ്. ഇല്ലാന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ധൈര്യമായിട്ട് ആ സംവാദത്തിന് നിൽക്കാലോ. കാരണം ഉണ്ട് എന്നുള്ളത് നമ്മൾ തെളിയിക്കും. അല്ല, ഇതിലിപ്പോ കൂടുതൽ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. നിങ്ങൾ പറഞ്ഞ അങ്ങനെ ഒരു റിപ്പോർട്ടേ ഇല്ലാന്ന്, ഞങ്ങൾ പറഞ്ഞ അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ട്. അല്ല, അതിലൊരു നിങ്ങൾക്ക് നേരിട്ടൊരു സംവാദത്തിന് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ബൈലക്സിൽ നടത്താലോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? അല്ല, അതുകൊണ്ട് തന്നെ പറഞ്ഞത് അത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ നമ്മൾക്ക് ആഗ്രഹം കൊണ്ട് തന്നെ പറയുന്നത് അങ്ങനെ ഒരു സംവാദം നമുക്ക് വെച്ചാലോ എന്ന്. ക്ലാസ് റൂമിൽ വെക്കാം. ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ ഒരു സംവാദം ഇല്ല. ഏതായാലും ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈർ. അല്ല, ഉണ്ട്, നമ്മൾ നിങ്ങൾക്ക് തരും. പക്ഷെ അത് ആൺകുട്ടികളെ പോലെ നിങ്ങൾ സംവാദത്തിന് തയ്യാറാണോ? സംവാദത്തിന് നമ്മൾ നിങ്ങൾക്ക് തരും. സംവാദം നേരിട്ടാണെങ്കിൽ നേരിട്ട്, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നേരിട്ട് വേണമെങ്കിൽ നേരിട്ട്, അല്ല ക്ലാസ് റൂമിൽ വേണമെങ്കിൽ ക്ലാസ് റൂമിൽ. അതിന്റെ കാരണം എന്താണ് അതിന്? അത് കാരണം എന്താണ്? എന്താ കാരണം ഉണ്ടാവും? അപ്പൊ സംവാദത്തിന് ഇല്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ്. സംവാദം എങ്ങനെ ഉണ്ടാവില്ല? അല്ല, പേടിച്ചിട്ടാണല്ലോ. പിന്നെ കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം പേടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തായാലും വരുമല്ലോ. അങ്ങനെയല്ലപ്പാ. നിങ്ങൾ എന്താണ് ഒരു നല്ല ചർച്ച റമദാൻ മാസത്തിൽ ആളുകൾ മനസ്സിലായിക്കോട്ടെ. നിങ്ങൾക്ക് ഇല്ലാതെ പറഞ്ഞു. അല്ല, ഉണ്ട് എന്നുള്ള ബോധം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഈ വെല്ലുവിളിയുമായിട്ട് നിങ്ങളെ ഫോൺ വിളിക്കുന്നത്.
ഉണ്ട് എന്ന് 100% ഉറപ്പുള്ളത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ നമ്മൾ നിങ്ങളെ വിളിക്കൂലല്ലോ ഒരിക്കലും. ആയിക്കോട്ടെ നിങ്ങളെ പുറത്തോളി കാണിച്ചു കൊടുക്കണ്ട. അല്ല, എന്നാലും അത് നമുക്കൊന്ന് ഒരു സംവാദം വെച്ചിട്ട് ഒന്ന് ചർച്ചയായിട്ട് വെച്ചിട്ട് ജനങ്ങൾ കേട്ടോട്ടില്ലേ, നിങ്ങൾക്കും പഠിക്കാം. നിങ്ങൾ പ്രസംഗിച്ച കേട്ട് പഠിച്ചിട്ടുള്ള ഒരുപാട് മുജാഹിദ് പ്രസ്ഥാനക്കാർക്കും പഠിക്കാലോ. അത് അവരൊക്കെ പഠിച്ചിരിക്കുന്നത്. ഏതായിരുന്നല്ലോ ഓക്കെ. എന്നാല് കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല നിങ്ങളെ. ഇൻഷാ അല്ലാ. ഓക്കെ.